ഹായ്, എന്താ പാട്? സുഖല്ലേ? പലരും എന്നോട് പറഞ്ഞു ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഒരു മൗലവിമാരെ വിമർശിച്ചിട്ട് വീഡിയോ ഇട്ടു എന്നുള്ളത്. സത്യത്തിൽ മൗലവിമാരെ ഞാൻ വിമർശിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല, കള്ളന്മാരെ വിമർശിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇനിയും ചെയ്യും. അത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം എന്താ പറയുക, ഇത് പറയുന്നത് നുണയാണ്, ഒരു കഴമ്പും ഇല്ലാന്ന് അറിഞ്ഞും കൊണ്ടും നമ്മളതിനും എതിരെ മിണ്ടായിരുന്ന പിന്നെ ഈ ആരിഫ് ഹുസൈനി മറ്റോലൊക്കെ ഞാൻ പറയുന്നില്ല. എന്താ അർത്ഥം? ഈ ഒരു വേഷം കെട്ടിയും കൊണ്ട് ഇതുപോലെ കള്ളത്തരങ്ങൾ ചെയ്യാനിറങ്ങുന്ന ഒരു വ്യക്തിയെ ഞാൻ മുസ്ലിം അല്ലേ, അതെന്റെ ദീനിന് കുറച്ചിൽ വരും എന്നുള്ളത് പടച്ചോന് പോലും പേടില്ലാത്ത കാര്യം. പിന്നെ എന്തിനാ ഞാൻ അത് പേടിക്കണു? അങ്ങനെ ആളതിക്ക് എണ്ണം എടുക്കാനും ഇല്ല. അഥവാ ഇതിൽ ആളെണ്ണം പോയാലും ഒന്നും സംഭവിക്കാറില്ല. ആ ഉള്ളില് ഈമാനും എന്താ പറയാ മനുഷ്യത്വമല്ലോ എന്നും ആ നിലപാട് കൊണ്ട് തന്നെ ജീവിക്കും. അതിന് ഇവര് കാണിക്കുന്ന തമ്മാടിത്തരങ്ങളും കാശുണ്ടാക്കാൻ നടക്കുന്ന രീതികളൊക്കെ കണ്ടില്ല എന്ന് വെച്ചിട്ട് പിന്നെ കുറെ ആരിഫിനെ അതല്ലെങ്കിൽ ഫസൽ കാരാട്ടിനെ, ഈ ഫസൽ കാരാട്ട് അതുപോലെ ആരിഫ് ഇവരൊക്കെ കണ്ടന്റ് എന്താ അറിയോ? ഇവര് മെയിനായിട്ട് ഉദാഹരണങ്ങൾക്ക് ഇങ്ങനത്തെ മൂല്യന്മാരെ വീഡിയോ വെച്ചിട്ടാണ് ഇതാ ആ മൂല്യർ അങ്ങനെ പറഞ്ഞു, ഇതാ ഈ മൂല്യർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഈ മൂല്യന്മാരെ പോക്കറ്റ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്ന് വിളിച്ചു പറയുന്നത്. അല്ലാതെ ഖുർആനിലൊന്നുമില്ല. ഖുർആനിൽ എന്ത് ആരിഫ് പറഞ്ഞാലും അത് ഇങ്ങക്കന്നെ എന്താ പറയാ, ഖുർആൻ വായിക്കാത്തോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വെക്കാൻ അറിയാത്തവർക്കോ ചാറ്റ് ജിപിറ്റിനോടോ ജമനിനോടോ ചോദിച്ചാൽ അതിന്റെ ഇത് കിട്ടും. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ആരിഫ് അധികം കളിക്കലില്ല. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഉസ്താദന്മാരെ ഇങ്ങനത്തെ ക്ലിപ്പ് പോക്കിയിട്ട് അത് വെച്ചിട്ട് ഇപ്പൊ കോണ്ടന്റ് ഉണ്ടാക്കുക. എന്നാ പ്രശ്നമല്ലല്ലോ. മറ്റേത് എവിടെ ഖുർആനിലെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൽ പോയിട്ട് കടന്ന് വിരകിന്നാണില്ലേ, അതേമാതിരി ഏർപ്പാട് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടും ഉള്ള ഒരു ബുദ്ധിമുട്ട് ആരിഫ് ഹുസൈനും ഫസൽ കാരാട്ടിനും ഒക്കെ നല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള മൂല്യന്മാരൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെയൊക്കെ വീഡിയോ എടുത്തിട്ട് അതാണ് പറഞ്ഞിട്ട് ഇതാ കണ്ടോ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി പറയുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. പലർക്കും അത് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ആരാധകരുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ മൂപ്പരെ കുറ്റായിട്ട് പറയല്ല, പക്ഷെ മൂപ്പര് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് 100% കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു ഉറപ്പ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കേട്ടോക്കി. അത്ഭുതം പറയാം. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി റബ്ബ് തന്ന നിഅമത്ത് പറയാം. ഒരു കൂടപ്പുറപ്പിങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പൈസ ആർക്കാം ഉറക്കെ പറയണം. എത്തി കുട്ടികൾക്കില്ലേ ഇമ്മ ഇവിടെ വന്നിരുന്നു അല്ലെ, എന്താ നാത്തൂനില്ലേ വലിയൊരു വിഷമമായിട്ടാ വന്നത്. എന്തിനു വിഷമം? ഉറക്കെ പറയും. ആർക്ക് ക്യാൻസർ? മകൾക്ക് ക്യാൻസർ ആയിട്ട് കൊണ്ടുവന്നിരുന്നു അല്ലെ, വലിയ വിഷമത്തിലായിരുന്നു. ഡോക്ടർമാർ എന്താ പറഞ്ഞേ? ഉറക്കെ പറയണം. ഒന്ന് ഉറക്കനെ പറയുങ്ങളേ. ഡോക്ടർമാരെന്താ പറഞ്ഞേ അതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേച്ചോളി, ബാക്കി ഞാൻ പിന്നെ പറയാം. ഒരു രക്ഷയില്ല, ഒക്കെ കുറഞ്ഞ് പിന്നെ സീരിയസ് ആയി കത്തിരിക്കാനുള്ള മരുന്നില്ല, അങ്ങനെ ഇവിടെ കൊടുന്നു അല്ലേ. കണ്ണേറാം ബാത്തിലായി. ഇപ്പൊ അൽഹംദുലില്ലാ പകുതി 30 രോഗം മാറി, ഒരു കുഴപ്പമില്ല. അത്ഭുതം കണ്ണങ്ങള് തന്റെ അത്ഭുതം അതിന്റെ ബാക്കി എന്താണ്? ഇനി അടുത്തൊരു അത്ഭുതം കാണണം നമുക്ക്. അതാണ് അത്ഭുതം. എന്താണ് അത്ഭുതം എന്നല്ലേ? ഞാനിക്കും വലിയൊരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ വന്ന രോഗി എന്താ പറയുന്നത് അറിയോ? ആർക്കാ പൈസ? അതെത്തി മക്കൾക്ക്. എന്തിനാണ് ഈ പൈസ? ക്യാൻസർ മാറി. ആർക്കായിരുന്നു ക്യാൻസർ? എൻ്റെ മോൾക്ക്. എത്ര സ്റ്റേജ് ആയിരുന്നു? എല്ലാ സ്റ്റേജും കഴിഞ്ഞിരുന്നു. അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു? കയ്യൊഴിഞ്ഞു. ഇപ്പോഴോ? ഇപ്പൊ എല്ലാം ഓക്കെ, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കണ്ടില്ലേ? അതായത് ഡോക്ടർക്ക് കഴിയാത്തൊരു കാര്യമാണ് മൂപ്പര് സാധിച്ചെടുത്തതെന്നാണ് മൂപ്പരിന്റെ വാദം. ഇനി ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിട്ട് കാണി. ഫസ്റ്റ് നിർബന്ധമാണ്. ഇപ്പൊ നോക്കാണ്, രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് നിസ്കരിച്ച് കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യും? ദുആ ചെയ്ത് 4 മണിക്ക് നിങ്ങൾ ഫോണ് ഓണാക്കും. 5 മണി വരെ ഫോണാണ്, വിളിയോട് വിളിയായിരിക്കും. ആ 5 മണി കഴിഞ്ഞാൽ പിന്നെ ലൈവാ. ഈ ലൈവാ ഇനി ഈ ലൈവായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെരന്റെ അമ്മത്തുണ്ടാവും 100-500 ആൾ നിറഞ്ഞിട്ടുണ്ടാവും. ഈ ലൈവിന്ന് നേരെ പോകും എങ്ങിട്ടാ പിന്നെ ആളുകൾ എത്തിക്കാം. അവിടെ പോയി പിന്നെ ദ്വാരക്കാൻ തുടങ്ങും. ഒരു 8:30 മണി വരെ അവിടെ ഒച്ചപ്പാടുണ്ടാക്കണം. അത് കഴിഞ്ഞ് നേരെ കയറണം കേട്ടോ ചികിത്സാ റൂമൊക്കെ.
അവിടെ എന്ത് ചെയ്യും? 4 മണി വരെ സംസാരം തന്നെയാണ്. കേൾക്കണങ്ങള്, ആ ചികിത്സാ റൂം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിർത്തിയത്. അതിന്റെ മുമ്പ്, ഈ വീഡിയോന്റെ മുമ്പ് നിങ്ങൾ കേട്ടില്ലേ എന്ത് ടെസ്റ്റ് നിർബന്ധ ടെസ്റ്റ്. കാരണം എന്താ, ഡോക്ടറെ അടുത്ത് ചെന്നു, ടെസ്റ്റ് നിർബന്ധമാണ്. നിങ്ങൾ സംസാരം കമ്മിയാക്കണം, ഉറക്കം കൂട്ടണം. ഇതിന് രണ്ടിനും എന്നെ കൊണ്ട് കഴിയൂല. കാരണം എന്താ, എനിക്ക് ഇവിടെ ചികിത്സിക്കാനുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്നറിയൂ, കുഞ്ഞാക്കാട് ഒരു മലയാളം ടെലിഫിലിം ഇറങ്ങിയിരുന്നു. അതിൽ പറയുന്നുണ്ട്, പിന്നെ വൈദ്യരത്തേക്ക് കാണാൻ ജില്ല രോഗി, എൻ്റെ വലത് മുട്ടുകാലിന് ഭയങ്കര വേദന വൈദ്യരെയാണ്. അപ്പോൾ മറ്റേ വൈദ്യര് പറയും വയസ്സായില്ലേ അതുകൊണ്ടാണ്. അപ്പൊ അതേ വയസ്സ് തന്നെയല്ലേ ഇപ്പം എൻ്റെ ഇടത് മുട്ടുകാലിനും, എന്നിട്ട് അതിനില്ലല്ലോ ചോദിച്ചു. അപ്പൊ ഭയങ്കര രസികനാണ് ആള്, ഭയങ്കര രസികനാണ് അറിയും. എന്നിട്ട് പിന്നെ വൈദ്യര് പറയുന്നത് എന്താ അറിയും, എനിക്കുണ്ടേ ഈ മുട്ടുവേദന എന്നറിയും. അപ്പൊ ഈ വന്ന രോഗി ചോദിക്കും, നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടെ? അതിനിപ്പോ ഇവിടുന്ന് ഒന്ന് ഇറങ്ങാൻ ഒരു ഒഴിവ് കിട്ടണ്ടേ? എങ്ങനെ മുട്ടുവേദനക്ക് വൈദ്യരത്തേക്ക് വന്നിക്കുക, അപ്പൊ വൈദ്യർക്കും ഉണ്ട് മുട്ടുവേദന. അപ്പൊ വൈദ്യര് പറയാം ഇവിടുന്ന് ഒന്ന് ഇറങ്ങാൻ ഒരു ഒഴിവ് കിട്ടണ്ടേ ഒരു നല്ല ഡോക്ടറെ കാണിക്കാനെന്ന്. അതേമാതിരിയാണ് ഇപ്പൊ ഇയാളെ കഥ. ഇയാളിപ്പോ ക്യാൻസർ മാറ്റിയ കഥ നിങ്ങൾ കേട്ടില്ലേ? അതിനാണ് അപ്പൊ പൈസ കൊടുത്തിരിക്കണത്. എന്നിട്ട് അയാൾ പറയാണ് ടെസ്റ്റ് നടത്തണം, ടെസ്റ്റ് നിർബന്ധമാണ്. ഡോക്ടർ പറഞ്ഞോളൂ, അധികം സംസാരിക്കരുത്, അധികം ഉറക്കം വയ്ക്കരുത്, രണ്ടിനും എന്നെ കൊണ്ട് കജ്ജൂല. എങ്ങനെയുണ്ട്? ഇവർക്ക് അസുഖം വരുമ്പോ ഡോക്ടർ വേണം, എന്നാ ബാക്കിയുള്ള എല്ലാവർക്കും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ പാപ്പ മതി. മൂപ്പര് പറയണ വാദം എന്താ വെച്ചാ, ഇന്നെ തളർത്താൻ ആർക്കും കഴിയൂലാണ്. നമ്മള് തളരൂല്ല, കേട്ടിട്ടില്ല നിങ്ങള്? ഇന്നെ തളർത്താൻ അസൂയക്കാരങ്ങനെ പലതും പറയുന്നു. അതാണ് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഈ പറുതിട്ട് വരുന്ന ഈ ഒരു സൈസ് കൗമകളുണ്ട് കുറച്ചെണ്ണം. ഇവറ്റക്ക് ഇത് എന്താ ഏതാന്ന് പോലും അറിയില്ല. രാവന്തിയോളം പണിയെടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കണ പൈസ സിമ്പിളായിട്ട് ഇവര് പെരിയിലിരുന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. പറയണ്ട ചികിത്സ കേൾക്കണം. ഇത് മാത്രമൊന്നുമല്ല, ഇനി വേറെ ഒന്നും കൂടി കേൾപ്പിച്ചുതരാം, അതൊന്ന് കേട്ടോക്കണേ. സ്ഥലത്തിന്റെ പൈസ ഇന്ന് ലാസ്റ്റ് ആണ്, നാളെ ഞാൻ വാങ്ങൂല. വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്, 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ സ്ഥലം വാങ്ങാൻ പൈസ 3 ഗൂഗിൾ പേ നമ്പർ കൊടുത്തു, 3 ബ്ലോക്കാ. അവസാനം വിളിച്ച ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് പൈസ വേണ്ടാന്ന്, ആവശ്യമില്ലായിട്ടല്ല ഒരിങ്ങനെ വിളിച്ചിടങ്ങാറാക്കുക. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ, നാളെ മുതൽ സ്ഥലത്തിന് പൈസ വാങ്ങൂല, വാക്ക് മാറൂലട്ടോ. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി, കൊടുക്കാൻ പറ്റിയില്ലല്ലോ പൈസ. അതായത് ഗൂഗിൾ പേയിലേക്ക് കയറാത്തോണ്ട് ആ ആള് വിളിച്ചിട്ട് ഇതെന്താ കയറാത്ത മോലിനെ, എന്താ കയറാത്ത തങ്ങളെന്ന് ചോദിക്കുമ്പോ എനിക്ക് നിങ്ങളെ പൈസ വേണ്ടാന്ന് പറഞ്ഞു. കാരണം വിളിച്ച് സ്വൈര്യം കെടുത്തല്ലേ, പൈസ ഇടാനുള്ള ആവേശം കൊണ്ട്. ഒരു പിച്ചക്കാരന്റെ ഇത് ഉണ്ടായിരുന്നില്ലേ, എന്ത് പിച്ചക്കാരൻ പിന്നെ ഒരുത്തൻ പൈസ കൊടുത്തിടുമ്പോ ആ പൈസ എടുത്തിട്ട് അങ്ങോട്ട് തന്നെ എറിഞ്ഞു കൊടുക്കും. അതിൽ ഇപ്പൊ ആകെ അന്തം വിടും, പൈസ കൊടുത്തും പിച്ചക്കാരൻ ഇത്ര തണ്ടോന്ന്. അപ്പൊ നോക്കുമ്പോ എന്താ, ക്യൂ ഉണ്ട്. ആ ക്യൂ വഴി വന്നാൽ മാത്രമേ അയാൾ പൈസ വാങ്ങുള്ളൂ. അതാണ് അവസ്ഥ. അതായത് ഇസ്ലാമും ഇവരും തമ്മിൽ എന്ത് ബന്ധാന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇനി വേറെ ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ ഇട്ട വീഡിയോക്ക് ഭയങ്കര ഫുള്ള് വീഡിയോ കേൾക്കുക എന്ന് പറഞ്ഞില്ലേ, ഇവരൊക്കെ ഫുള്ള് വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആവൂല പെരുമാറുക. ഇനി ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു കേട്ടോ. അതായത് ഫുള്ള് കേൾക്കണീന്റെ മുന്നേ ഒന്ന് കേട്ടോക്കെ. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഏ പണിക്ക്? നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് അവറുകളുടെ നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി. ഈ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. കേട്ടില്ലേ നിങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ അറിവ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് ഉപല ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക. ഇവരൊക്കെ 2 കാലിപ്പൊറാട്ടക്കും കുറച്ച് ബീഫിനും വേണ്ടിയിട്ടാണ് ഈ നുണ മുഴുവൻ പറയുന്നത്. കേരളത്തിൽ ഇപ്പൊ ഏതാ സ്ഥലം പറഞ്ഞ, പിന്നെ അവിടെ പോയിട്ട് ആ കൊടിമരത്തിന്റെ അടിയിൽ കൂടെ നടന്ന സഫാ മർവയിൽ കൂടെ നടന്ന മാതിരിയാണ്. അതുപോലെ തന്നെ ആ കൊടിമരം കുത്താൻ സഹായിച്ച ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലിയാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് അറിയില്ല, ആ കൊടിമരത്തിന്റെ ചോട്ടിക്ക് ഇത്രയും കൂലി ഉണ്ടായിട്ടും വരാതെ ഹജ്ജിന് ആളുകൾ പോണത്. ഇവലാണ് സ്വർഗത്തിക്കും നരകത്തിക്കും ആളെ കയറ്റുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ ആരിഫ് ഹുസൈനെക്കാട്ടും വലിയ കള്ളന്മാർ ഇവല. അത് തിരിച്ചറിയാനിട്ടാണ്. അതെന്താ വെച്ചാ സംഘടനകള് ആള് കൂടുതൽ ആരുണ്ട് ഓലെ ഇതിലേക്ക് കയറ്റും. ഇപ്പൊ സംഘടനയാണല്ലോ മതം. കാരണം ഓരോ സംഘടന ആക്കിയിട്ട് ഇതായിക്കല്ലേ. അപ്പൊ ഇന്റെ പിന്നാലെ ഇപ്പൊ 1000 പേരുണ്ടെങ്കില്
അത് കുഴപ്പമില്ല അറിയും സംഘടന. കാരണം സംഘടനയ്ക്ക് ആളെ വേണ്ടത്, മറ്റേ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ആളെ വേണം. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പൊ ഓലെ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, ഞങ്ങൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇതാണ് സംഘടനകളുടെ ഒക്കെ നിലപാട്. അല്ലെങ്കിൽ 4 ആളെ ഇറങ്ങിയിട്ട് വട്ടത്തിലും ഇരുന്നിട്ട് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ തമ്മാടിത്തരം കൊണ്ട് ഇവര് നടക്കൂല. അപ്പൊ അതിന് ഗഡ്സില്ലാത്ത എന്താ അറിയോ, ഒക്കെ കണക്കാ. തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള നന്ദിയും കാണിക്കും. ഇയാളെ കണ്ടിട്ടില്ലേ ഞങ്ങളെ? ഓൺലൈൻ പ്രമോഷനാ. എങ്ങനെ മൂപ്പരെ കറാമത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കറാമത്തിന്റെ വലിപ്പാണ് ആ പറയുന്നത്. ഒന്ന് കേട്ടോക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മാക്ക് നല്ലൊരു ഫضل കൊടുത്തിട്ടുണ്ട്. പാണ്ടിക്കാട് ഞാൻ കാണാൻ വന്നിരുന്നു. വളരെ വിഷമത്തോടെയാണ് വന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു അത് റാഹത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്തും സയ്യിദാവുടെയൊക്കെ ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇതുപോലെ ഫضل പറയും. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നിങ്ങളുടെ സ്ഥലം എവിടെ? പറക്കണ പറയും. മാമ്പുയ. ഇവിടെ വന്നിരുന്നോ? എന്തിനേന്നു? 6 മാസമായി പോയിട്ട് മകൾക്ക് ജോലി ഇല്ലാതെ വളരെ പ്രയാസമുണ്ട്. കമ്പനി എടുത്തു. അൽഹംദുലില്ലാഹ് ആഗ്രഹിച്ച ജോലിയും തേടി പ്രവാസ ലോകത്ത് പോയതാ. വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ പാണ്ടിക്കാട് സയ്യിദ് ഷാഹിദനെ കാണാൻ വന്നു. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ അതാരറിയോ? പാണ്ടിക്കാട് സയ്യിദ് അലവി തങ്ങളെ കാണാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ മൂപ്പരെ തന്നെ പറയണട്ടോ. ഈ വണ്ടി തള്ളാൻ വേറെ വണ്ടിയുടെ സഹായം വേണ്ടാറില്ലേ? അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്. ബാക്കി പറയാം. സ്വീകരിച്ചു. ഉമ്മ അതുപോലെ ചെയ്തപ്പോ അൽഹംദുലില്ലാഹ് മോൻ ആഗ്രഹിച്ച കമ്പനിയിൽ തന്നെ അള്ളാഹു ജോലി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ പൊന്നു മോനെ അവിടെ തന്നെ നിലനിർത്തി കുടുംബം പുലർത്താനും അള്ളാഹു പൊന്നു മോനെ അവിടെ തന്നെ നിലനിർത്തിയിട്ട് മാസം കിട്ടുന്നത് മുഴുവൻ അയച്ചു തരാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് അമ്മ ആമീൻ പറയാൻ. നിങ്ങൾക്ക് തിരക്കടില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തിനാ വേറൊക്കെ പണി? ഇതൊന്നും അല്ല, വേറൊന്ന് കാണിച്ചുതരാം. തടിക്ക് ബാധിക്കുന്നുണ്ട് നിങ്ങൾ ഷെയർ ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നു. അപ്പൊ നിങ്ങളിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില ഉറപ്പ് വരും. പിന്നെ ഈ പഞ്ചലോകത്തിന്റെ തകട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ജീവിച്ചിരിക്കുന്ന മൂപ്പര് പറയണത്. 7800 ഉറുപ്പ്യ ചെലവാക്കിയിട്ട്. എന്നിട്ട് ഇത് സംഗതി മൊത്തം ഇത് പുറത്തറിഞ്ഞു. എല്ലാരും അറിഞ്ഞ് ട്രോളിയപ്പോ മൂപ്പര് പറയണ എന്താ അറിയോ? അതും കൂടി ഒന്ന് കേട്ടോ. ഇത് വല്ലാത്ത ബർക്കത്തുള്ള മജ്ലിസാണ്. ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാളെയും തകർക്കാൻ സ്വലാത്ത് ചൊല്ലുന്നിട്ട് എന്തെല്ലാം കച്ചകെട്ടി എന്തെല്ലാം തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ വോയിസ് ഒക്കെ ഇല്ലാത്ത വോയിസുകൾ എന്തൊക്കെ ഇങ്ങനെ അല്ലേ? നമ്മള് ഫോട്ടോ ഒക്കെ മാറ്റി വെക്കുക, വോയിസ് മാറ്റി വെക്കുക. ജെമിനി നിർത്തില്ലേ? ഇതൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയാൽ നമ്മളെ ഫോട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ട ഫോട്ടോ മാറ്റാൻ കഴിയും. നമ്മളെ വോയിസ് നമുക്ക് എന്തോ അത് കഴിയും. അപ്പൊ എങ്ങനെങ്കിലും തകർക്കാൻ വേണ്ടി എന്റെ വോയിസ്, അതായത് ആ പറഞ്ഞത് മൂപ്പരല്ല, അത് AI ആണ്. എന്താ അതിന്റെ പേര്? ജെമിനിയോ ജമീല്? അത് കയറിയ നമ്മളെ വോയിസ്, നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒക്കെ പറയാൻ കഴിയും. AI നെ കുറിച്ചിട്ട് ആർക്കും ഒരു ധാരണയില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയമില്ലല്ലോ. ഇതാണ് അവസ്ഥ. അതായത് സംഗതി പറഞ്ഞത് മൂപ്പർക്ക് തന്നെ മനസ്സിലായി, പണി പാളിന്ന്. 7800 ഉറുപ്പ്യ പോയ വജ്ജേ നാട്ടില് മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്തു. അപ്പൊ പറയണത് AI ആണെന്ന്. നേരെ AIയുടെ മണ്ടക്ക്. ഏത് വാപ്പ വന്നാലും ഉമ്മാക്കാ തല്ലാറിന മാതിരിയാണ്. ആരെന്ത് ചെയ്താലും ഇപ്പൊ AI കുറ്റക്കാരൻ. AIക്ക് എന്നാലും മൂപ്പര് പറയണ അതേമാതിരി പറയാൻ പേച്ചിട്ടു. സത്യത്തിൽ ഈ താത്താരി എടുത്തുകൊണ്ട് പോയാൽ പോരെ? ഇതിക്ക് നന്നായിട്ട് പറയണ്ടല്ലേ അല്ലേ? ഏതായാലും കെട്ടിയന്റെ മറ്റേ മക്കളെയൊക്കെ കായങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടേ കൊടുക്കുക. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് അതാണ്. AIന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. AI എന്തെങ്കിലും സൊല്യൂഷൻ കാണാതിരിക്കൂല. ഇത് മൂപ്പര് ഡോക്ടറെടുത്തേക്കാ പോണത്. ഇതൊന്ന് കേട്ടോക്കണീ. ഇതിലൊരു 25 സെന്റ് സ്ഥലം എന്റെ സ്ഥലത്തോ അതെനിക്ക് ആവശ്യം. ഇതിൽ 25 സെന്റ് എനിക്കുണ്ടാവും. പിന്നെ ഈ സ്ഥലത്തിന്, ഇത് നിങ്ങളെ സ്ഥലട്ടോ, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്. ഞാൻ നാളെ നിങ്ങളെ ഇവിടെ വന്നിട്ട് ഇവിടെ പെരന്ന് കുടില് കെട്ടരുതിട്ടോ. അതായത് നാട്ടിൽ നിന്ന് പിരിച്ചിട്ട് സ്ഥലം വാങ്ങിയത്. ഇതിൽ 25 സെന്റിന്റെ കേട്ടോ. ഇത് നിങ്ങളെ സ്ഥലം തന്നെ, നിങ്ങളെ തന്നെ. ഈ നാളെ നിങ്ങളതിന് ഇവിടെ വന്നിട്ട് കുടിയിൽ കെട്ടേണ്ട പരിപാടി അതൊന്നും നോക്കണ്ട. 25 ഇന്ത്യയാണ്. അയിമക്കാരും വരണ്ടാന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ പരിപാടി? ഇതൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. അതിന്റെ കാരണം എന്താ അറിയോ? കാരണം വിമർശിച്ചു കഴിഞ്ഞാൽ ഞാനും പോവുക നരകത്തിക്ക് എന്നുള്ള പേടിയുണ്ടാ. നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ട.
നിങ്ങളെ പിന്നാലെ നരകത്തിൽ ഇവരും ഉണ്ടാവും. നമുക്കൊക്കെ ഒരുമിച്ച് അവിടെ അടിച്ചു പൊളിച്ചാൽ. എന്നാ ഞാൻ പോട്ടെ. സുബ്ഹാനല്ലാ. ഇതിന് മുമ്പ് വേറെ കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ഥലക്കച്ചവടോ സ്ഥലം വിറ്റ് പോകണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. എവിടെയെന്നല്ലേ? ഇതാ തങ്ങളെ, ഞാൻ 3 വർഷത്തോളമായി എനിക്കൊരു 15 സെന്റ് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു തങ്ങളെ. പലയിടങ്ങളിലും ഞാൻ പോയി, പല വാതിലുകളും ഞാൻ മുട്ടി. ഈ മജ്‌ലിസിൽ നിയ്യത്ത് വെച്ചിരുന്നു. ഞാൻ മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാട് നിങ്ങളെ കാണാൻ വന്നിരുന്നു. നിങ്ങളെ നിർദ്ദേശം സ്വീകരിച്ചു. നിങ്ങളത് വിൽക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ വെക്കാൻ ഒരു സാധനം തന്നിരുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ 41 ദിവസത്തെ സമയം തന്നു. അൽഹംദുലില്ലാഹ്. ഒരു 10-18 ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ സ്ഥലം കച്ചവടമായി തങ്ങളെ. വലിയ സന്തോഷമാണ്. ഞാൻ കടത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ഭർത്താവ് കടമാക്കി മരണപ്പെട്ടു പോയതാണ്. ഈ സ്ഥലം വിറ്റിട്ട് കടം വീട്ടണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവിടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. എങ്ങനെ വീട്ടാനാണ്? ആ സ്ഥലം ഇപ്പൊ നിങ്ങളുടെ പേരിലായില്ലേ? ചുളിവ് വിലക്ക് പോയി വാങ്ങിയില്ലേ? ഇനി എങ്ങനെ അത് വീട്ടാനാണ്? ഒരു മനുഷ്യനിക്ക് സ്ഥലം വിൽക്കേണ്ട വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, വാങ്ങേണ്ട വഴിയാണ്. അതിന് നിങ്ങളെ കൊണ്ട് കജ്ജൂല. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. മക്കളെ, ഒരാളെ സ്ഥലം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തൊലപ്പിച്ചിട്ട് അത് വിപ്പിച്ചീനാണ് ഇപ്പൊ പറയുന്നത്. അല്ലാതെ 15 സെന്റ് വാങ്ങിക്കൊടുത്തീനല്ല പറയുന്നത്. ഏത് ആ സ്ഥലം വിറ്റ സന്തോഷാണ് മൂപ്പര് നീട്ടി വലിച്ച സുബ്ഹാനല്ലാഹി അസ്താഗ്ഫിറുള്ളയൊക്കെ പറയുന്നത്. ആ സ്ഥലം വാങ്ങിക്കണ ഇബലെ കൂട്ടത്തിൽ ഒരാൾ തന്നെയൊക്കെ അറിയും. ഇബലെന്നെ ഈ സ്ത്രീകൾ വന്നിട്ട് പെരയില്ല പെണ്ണുങ്ങൾ വലത്ത് പോയി പറയും ഇന്നത് വാങ്ങാണ്ട് ഇന്നത് വിൽക്കാണ്ട് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ഓലെന്നെ ഒരാളെ പറഞ്ഞയക്കും. ഇതെന്ത് വിലക്ക് കിട്ടും എന്നുള്ളത്. 5 ലക്ഷത്തിന് പോകേണ്ടത് 1 ലക്ഷത്തിന് ഒരാൾ വാങ്ങും. ഈ ഓടും തങ്ങളെ എടുത്തേക്ക്, തങ്ങളെ വിറ്റ് പോയിട്ടോ നിങ്ങളെടുത്ത് വന്നതിന് ശേഷം. അത് ബലാളാക്കാരെ ചുളി വിലക്ക് കിട്ടിയിട്ട് അത് അപ്പുറത്തേക്ക് മറിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിന് വേറെ കായും. എന്നാ പോട്ടെ, എന്നാ തുടങ്ങിക്കോളി. നന്മ മരങ്ങളൊക്കെ തുടങ്ങിക്കോളി. ഇതൊക്കെ നിങ്ങൾ വിമർശിക്കുമ്പോൾ ഒരു കാര്യം കേട്ടോ, ആ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ ആയത്തുകളൊക്കെ ഒന്ന് എഴുതുകൊണ്ടു ഇതിലുള്ള ഏതാണെന്ന്. ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഖുർആനിലൊക്കെ എവിടൊക്കെയാണ് ഇങ്ങനത്തെ ഐറ്റം പറഞ്ഞിരിക്കണെന്നുള്ളത്. ശരി, എന്നാ പോട്ടെ. അൽഹംദുലില്ലാഹ്.